നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് ജോലികളാണ് ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു എനിക്ക് കുറേ ഈ ഒരു ഏരിയയിൽ വീടിൻ്റെ ഒരു സൈഡിൽ വൃത്തിയാക്കാനായിട്ട് കുറേ കിടപ്പുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു വാഴയിൽ ആ കൊല നന്നായിട്ട് വിളഞ്ഞ് കിടക്കുമായിരുന്നേ. അപ്പോൾ അത് രാവിലെ ആദ്യം വെട്ടി മാറ്റി കേട്ടോ. അപ്പോൾ അത് വെട്ടുന്നതിന് മുന്നേ ആദ്യം വാഴയിലെല്ലാം വെട്ടി താഴെ ഇട്ടതിന് ശേഷമാണ് പിന്നെ കൊല വെട്ടിയിട്ടത്. അപ്പോൾ പിണ്ടി ഞങ്ങളിവിടെ എടുക്കാറില്ല. അപ്പുറത്തെ വീട്ടിൽ അവരോടാണ് പറയുന്നത്. അവർ ആവശ്യമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ സമയം പോലെ വന്ന് അത് എടുത്തോളും. അപ്പം ഞാൻ കൊല വെട്ടി താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ ഈ ഇലയെല്ലാം കൂടെ എടുത്ത് മാറ്റി അതെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി കളയാനായിട്ട് ആദ്യം അതാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടിയിട്ട ചെമ്പരത്തിയുടെ കമ്പുകളാണ്. അപ്പോൾ അതിനെല്ലാം ചെറിയ ചെറിയ കഷ്ണം, ചെമ്പരത്തിയും തെറ്റിയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നഴ്സറിയിലേക്ക് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊല വെട്ടിയെടുത്തു. കാരണം അപ്പുറത്തേക്ക് കൊടുക്കാൻ എളുപ്പത്തിന് ഇവിടെ ഇട്ടങ്ങ് വെട്ടി എടുക്കാമെന്ന് വെച്ചു, കറയാവാതിരിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ടങ്ങ് വെട്ടി പല പല കഷ്ണങ്ങളാക്കി എടുത്തു. അപ്പം അപ്പുറത്തെ വീട്ടിൽ കൊടുത്തതിന് ശേഷമുള്ള കുറേ ആണ് കേട്ടോ. പിന്നെ ചെറിയ പഴങ്ങൾ അതിനെയെല്ലാം ഞാനൊരു ചെറിയ അപ്പുറത്തൊരു കൊട്ടയ്ക്കകത്തിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഈ കറിയൊക്കെ വെക്കാൻ എളുപ്പം അതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ അഗ്ലോണിമ എല്ലാം നട്ട് വെച്ചിരുന്നതിനെല്ലാം എടുത്ത് മേളിലേക്ക് കയറ്റാൻ വേണ്ടി അവിടെ എല്ലാം ഒന്ന് ഒഴിപ്പിച്ചെടുക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും കയറി വരാനും ഒക്കെ അവിടെ ഒരു തടസ്സം പോലെ എനിക്ക് തോന്നി, കണ്ടമാനം വന്ന് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി അവിടെ എല്ലാം ഒന്ന് തൂത്തതിന് ശേഷം റോഡും എല്ലാം തൂത്തു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ പുളിയിലയുടെ കാര്യങ്ങൾ പുള്ളിക്കാരി ചോദിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം കുറഞ്ഞല്ലോ, വെട്ടിയത് കൊണ്ട് കുറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ അത് അവിടുത്തെ ഫ്രണ്ടിലെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു വൃത്തിയാക്കാനായിട്ട്. ഇവിടെയും വെട്ടിയിട്ട് ഇലയെല്ലാം കൂടെ എടുത്ത് മാറ്റണമല്ലോ. അപ്പോൾ ഇത് എനിക്കൊരു ഭയങ്കര നെഗറ്റീവായിട്ടിരുന്ന ഒരു സൈഡായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് വൃത്തിയാക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ എനിക്ക് മടിയായിരുന്നു. കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് ഡംപ് ചെയ്ത് ഇട്ടേക്കുമായിരുന്നു. ഇപ്പോൾ അത് തൽക്കാലം എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആക്രി എടുക്കാനായിട്ട് ഇവിടെ സ്ഥിരം വരുന്ന ചേച്ചി വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് കൊടുത്തു വിടുമ്പോൾ കുറച്ചും കൂടെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാകും. പിന്നെ അതെല്ലാം കുറച്ചും കൂടെ വേറെ പരിപാടികളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് 4 പോട്ട് അവിടെ ഇരിപ്പുണ്ട് എനിക്കൊന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതൊക്കെ ഇനി ഒരു ഇപ്പം 2 ദിവസമായിട്ട് മഴയില്ലാത്ത കാരണം അതൊന്ന് ഉണങ്ങി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പം ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് ഇപ്പോൾ ഉണ്ടായി അവിടെ കാണുമ്പോഴത്തേക്ക്. മറ്റേത് ഭയങ്കര ഒരു വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ ഒട്ടുമേ തൂക്കാതെയൊക്കെ ഇട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം വീഡിയോയിൽ കാണുമ്പം ആർക്കും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇതെന്താണെന്ന് തോന്നിക്കുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു. പിന്നെ ഇത് തഴുതാമയാണ് നിറച്ച് പിടിച്ച് നിൽപ്പുണ്ട് ഇനിയും. പിന്നെ അത് കറ്റാർവാഴ നിൽപ്പുണ്ട്. പിന്നെ ഇതാണ് ചീര, ഷുഗറുകാർക്കുള്ള ചീര. ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കഴിക്കുമ്പോൾ ഷുഗർ കുറയുമെന്നാണ് പറയുന്നത് കേട്ടോ.
ആഴ്ച 2 ദിവസമോ മറ്റോ കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആർക്കും ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. പിന്നെ അവിടെ വെട്ടിക്കളയേണ്ട, അവിടെ നിന്നോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് ഇനി ഇതിന് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇനി ഇവിടെ വെച്ചിരിക്കുന്നത്. പൈപ്പും അങ്ങനത്തെ കുറച്ച് കമ്പി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, എനിക്ക് തട്ടടിക്കാനൊക്കെ ആയിട്ടുള്ള കമ്പിയൊക്കെയാണ് അവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനിപ്പം അവിടെ ഒരു ഇത് കെട്ടണം, അന്നേരത്തേക്ക് ആവശ്യം വരും ഇതെല്ലാം. അപ്പോൾ അതിന് വേണ്ടി വെച്ചിരിക്കുകയാണേ. മുറ്റത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് വൃത്തിയാക്കിയെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഇന്നെനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.